ഞാൻ ശാരദ. കൊല്ലം കരുനാഗപ്പള്ളി മാനുമേലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 20 വർഷം കൊണ്ടിപ്പോൾ കൃഷിരംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓരോ സീസൺ അനുസരിച്ചുള്ള കൃഷികളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെടികൾ, കോഴികൾ, ഇങ്ങനെ പല വിധത്തിലുള്ള കൃഷികൾ ഞാൻ ചെയ്യും. നമുക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തി അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കൃഷിഭവൻ്റെ സഹായങ്ങളും എനിക്ക് വേണ്ടവണ്ണമുണ്ട്. കൃഷി ഓഫീസർ എനിക്ക് വേണ്ടിയ പിന്തുണകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതുപോലെ കൃഷി ചെയ്യാനും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 90 സെൻറ്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് JRG ഗ്രൂപ്പിലുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരും കൂടെ ചെണ്ടമല്ലി കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ ആ ചെണ്ടമല്ലിയുടെ വിളവെടുക്കുകയും ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വിശിഷ്ട വ്യക്തികളായ MLA, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് മെമ്പർ, കൃഷി ഓഫീസർ, ഇങ്ങനെ വിശിഷ്ട വ്യക്തികൾ വന്ന ചെണ്ടമല്ലി ഉദ്ഘാടനം ചെയ്തത്. നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാവുകയും ആ പൂക്കളെല്ലാം ഞങ്ങൾ വിറ്റഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് 30-35,000 രൂപയിൽ പുറത്ത് ഞങ്ങൾക്ക് ലാഭം കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യും. പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിപണനം നടത്തുകയും വിപണിയിൽ കൊടുക്കുകയും നാട്ടിലുള്ള ആൾക്കാരെല്ലാം വാങ്ങുകയും എല്ലാം ചെയ്യും. എൻ്റെ പച്ചക്കറികളെല്ലാം ഒന്നും വേസ്റ്റായി പോവുകയില്ല. എല്ലാം നല്ല രീതിയിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് പൂക്കൃഷിയുണ്ട്. ആവശ്യമായ ചെടികളെല്ലാം ഞാൻ സെയിലും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ ചെടിയെ പരിപാലിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിന് ഒരുപാട് ആനന്ദവും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. രാവിലെ എണീറ്റ ഈ ചെടികളെയും പച്ചക്കറികളെയും എല്ലാം ഞാൻ പരിപാലിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ജോലിയിൽ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ. ബാക്കി ജോലി ചെയ്യുന്നതൊക്കെ ഇതെല്ലാം കണ്ടു കേട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർക്ക് വേണ്ടുന്ന വളങ്ങളും വെള്ളങ്ങളും എല്ലാം കൊടുത്ത് അവരെയെല്ലാം ഒന്ന് കണ്ടതിന് ശേഷമേ ഞാൻ വീട്ടിനകത്തെ ജോലിയിലേക്ക് പോകത്തുള്ളൂ. അതുപോലെ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഉഷാ ഗാർഡൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്കിപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. വെറൈറ്റി ചെടികളായ അഡീനിയം, ഓർക്കിഡ്, ബോഗൺവില്ല, തെറ്റി, മുല്ല, പല വിധത്തിലുള്ള മുല്ലകളുണ്ട്. ഞാൻ ടെറസിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട് കുറേ പിച്ചി ഇനിയും കുറേ എല്ലാം പൂത്ത് കിടക്കുന്നു. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇനി ശരിക്കും കാ പിടിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഇഷ്ടം പോലെ കാ വീഴും. അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ പച്ചക്കറികളെല്ലാം, ഒരുവിധപ്പെട്ട പച്ചക്കറികളെല്ലാം ടെറസിൻ്റെ മുകളിലുണ്ട്. പിന്നെ കോവയ്ക്ക ഇഷ്ടമാതിരി ഉണ്ട്. ആഴ്ചയിൽ ഞാൻ 15 കിലോ കോവയ്ക്കായി മേളിപ്പിച്ച്. ഇപ്പം ഇനി മഴ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി കുറയും. മഴയായാൽ ഒരുപാട് കാ വീഴത്തില്ല. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളായിട്ട് എനിക്ക് ചാമ്പയ്ക്കായുണ്ട്, പീനട്ടുണ്ട്, ഇവിടെ നാട്ടിലെ പിസ്തയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൊച്ച് ആയിട്ട് പിന്നെ പേരയ്ക്കയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ. ഫ്രൂട്ട്സുകളൊന്നും വിൽക്കാനില്ല. ഫ്രൂട്ട്സുകൾ നമ്മുടെ ആവശ്യത്തിനായ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ പശുവിനെ വളർത്തിയിരുന്നു. പശുവിനെ ഇപ്പം 2 കറവ പശു ഉണ്ടായിരുന്നു. അതെനിക്ക് സുഖമില്ലാതെ വന്നത് കാരണം ഞാനത് അങ്ങ് കൊടുത്തു. കോഴി 10-50 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം ഈ ചൂട് കാരണം കുറേയൊക്കെ അങ്ങ് പോയി ബാക്കിയുണ്ട്. അങ്ങനെ ജൈവ രീതിയിലുള്ള വളങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ
എല്ലുപൊടി വേപ്പമണ്ണാക്കൊക്കെ ഉള്ളു ഞാൻ വെളിയിൽ നടക്കുന്നത്. എല്ലാം ജൈവ രീതിയിലുള്ള കൃഷികളാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ടായ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ആയതുകൊണ്ട് വിപണനത്തിനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ വിപണനം നടക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചന്തയുണ്ട്. ആ ചന്തയ്ക്കും പച്ചക്കറികളൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യും. അങ്ങനെയും നല്ലൊരു വരുമാനം ഞാൻ ആഴ്ചയിലും എനിക്ക് കിട്ടും.